ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മാഷീസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കസ്റ്റാർഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. കസ്റ്റാർഡ് കൊണ്ടുണ്ടാക്കുന്ന സെക്കൻഡ് റെസിപ്പിയാണിത്. ഫസ്റ്റ് റെസിപ്പി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിൽക്ക് ഷേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മിൽക്ക്, റോസ് സിറപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക്, കസ്കസ് കുതിർത്തത്, ഞാനിവിടെ 100 ഗ്രാം കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, കസ്റ്റാർഡ് പൗഡർ, വനില ഫ്ലേവർ കസ്റ്റാർഡ് പൗഡറാണ്, ഷുഗർ ആവശ്യത്തിന്, ഐസ്ക്രീം. ഇവയാണ് നട്ടി കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് വിത്ത് ഐസ്ക്രീമിന് വേണ്ടത്. ആദ്യം നമുക്ക് ഈ കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് 2 ഗ്ലാസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് മിൽക്കിന് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ 2 കപ്പ് മിൽക്ക് എടുത്തത് കൊണ്ട് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 ഗ്ലാസ് മിൽക്ക് ഷേക്ക് മതിയെങ്കിൽ 1 ഗ്ലാസ് മിൽക്കും 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും മതിയാകുന്നതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇത് തണുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിനെടുത്ത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. പാൽ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഈ കസ്റ്റാർഡ് കട്ടയില്ലാതെ കലക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പാലൊഴിച്ചോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചോ കസ്റ്റാർഡ് കലക്കി എടുക്കാവുന്നതാണ്. ഇതൊഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ചുവട്ടിൽ പിടിക്കരുത്. ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗറും കണ്ടൻസ്ഡ് മിൽക്കും ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മിൽക്ക് ഷേക്കിന് കുറച്ച് മധുരം കൂടുതൽ വേണം, അതാണ് ടേസ്റ്റ്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കാഷ്യൂനട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ഗ്ലാസ് മിൽക്കാണ് എടുക്കുന്നതെങ്കിൽ കാഷ്യൂനട്ട് 50 ഗ്രാം മതിയാകും. ഇവിടെ 2 ഗ്ലാസ് എടുത്തത് കൊണ്ടാണ് ഞാൻ 100 ഗ്രാം കാഷ്യൂനട്ട് എടുത്തത്. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തിളച്ച് വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഇളക്കണം. അത് നല്ലതുപോലെ കുറുകി തിക്കായിട്ട് വരണം. ഇതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഷുഗർ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് സമയം നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാകും. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. 1 ഗ്ലാസ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് നട്ടി കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്കൂപ്പ് വനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് തണുത്ത പാല് നല്ലതുപോലെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം. കുറച്ച് കസ്കസ് ആദ്യം നമുക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. റോസ് സിറപ്പ് ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ റോസ് സിറപ്പും കസ്കസും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയാണ്. അതിന് മുകളിൽ കുറച്ച് ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സ് ചേർക്കാവുന്നതാണ്. അതിന് മുകളിൽ കുറച്ചുകൂടി റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി നട്ടി കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് വിത്ത് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.